ബ്രിട്ടീഷ് ലിറ്ററേച്ചർ 2-ലെ അനദർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആരാണ് സെയിൻറ്റ് സെസീലിയ? സെയിൻറ്റ് സെസീലിയ എന്ന് പറയുന്നത് പേട്രൺ സെയിൻറ്റ് ഓഫ് മ്യൂസിക് ആണ് ഇൻ ക്രിസ്ത്യൻ ട്രഡീഷൻ. 2nd or 3rd സെഞ്ച്വറിയിൽ റോമിൽ ജീവിച്ചിരുന്ന ഒരു പേട്രൺ സെയിൻറ്റ് ആയിരുന്നു സെയിൻറ്റ് സെസീലിയ എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ഇസ് അസോസിയേറ്റഡ് വിത്ത് ഹോപ്പ്ലെസ് ലവേഴ്സ് ഇൻ എ സോങ് ഫോർ സെയിൻറ്റ് സെസീലിയാസ് ഡേ? ഡ്രൈഡൻ്റെ പോമായിട്ടുള്ള എ സോങ് ഫോർ സെയിൻറ്റ് സെസീലിയാസ് ഡേയിൽ ഫ്ലൂട്ടിനെയാണ് ഹോപ്പ്ലെസ് ലവേഴ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പോയതിനകത്ത് വേരിയസ് ഇൻസ്ട്രുമെൻസിനെ കുറിച്ചും അതിൻ്റെ ഇമോഷണൽ എഫക്റ്റിനെ കുറിച്ചുമാണ് പറയുന്നത്. ഫ്ലൂട്ടിന് സോഫ്റ്റ് ആൻഡ് ടെൻഡർ സൗണ്ടാണ്. സോ അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ റൊമാൻറ്റിക് ഡെസ്പെയറിലുള്ള ഈ ലവേഴ്സിൻ്റെ സൈ, അതായത് ദീർഘനിശ്വാസങ്ങളും മെലങ്കളിയുമാണ്. ഓക്കെ. ഹൂ സ്റ്റൂപ്സ് ടു കോൺകർ ഹൂം ഇൻ ഷീ സ്റ്റൂപ്സ് ടു കോൺകർ? അതായത് ഷീ സ്റ്റൂപ്സ് ടു കോൺകറിനകത്ത് ആരാണ് ഷീ എന്നും ആരെയാണ് വീട് കോൺകർ ചെയ്യാൻ ശ്രമിച്ചതെന്നുമാണ് ക്വസ്റ്റ്യൻ. ഒലിവർ ഗോൾഡ്സ്മിത്തിൻ്റെ പ്ലേ ആണ് ഷീ സ്റ്റൂപ്സ് ടു കോൺകർ. അതിനകത്ത് കേറ്റ് ഹാർഡ്കാസിലാണ് സ്റ്റൂപ്പ് ചെയ്യുന്നത്. ആരുടെ ലവ് കോൺകർ ചെയ്യാൻ വേണ്ടിയാണ്? ചാൾസ് മാർലോയുടെ. കേറ്റ് എന്ന് പറയുന്ന വളരെ ഒരു ക്ലെവർ ആൻഡ് സെൽഫ് അഷ്യൂർഡ് യങ് വുമൺ ആണ്. ആൻഡ് ഷീ പ്രിട്ടൻസ് ടു ബി എ ബാർ മെയ്ഡ് ടു കോൺകർ ദ ലവ് ഓഫ് ചാൾസ് മാർലോ. ചാൾസ് മാർലോ വളരെ ഷൈ ആൻഡ് റിസർവ്ഡ് ആണ് അപ്പർ ക്ലാസ് വിമൻ്റെ ഇടയിൽ. പക്ഷേ ലോ ക്ലാസ് വിമൻ്റെ അടുത്ത് അയാൾ നല്ല രീതിയിൽ ഫ്ലേർട്ട് ചെയ്യും. സോ ഇത് കണ്ടപ്പം കേറ്റ് എന്ത് ചെയ്തു? ലോ സ്റ്റേറ്റസ് അഡോപ്റ്റ് ചെയ്തിട്ട് അയാളുമായിട്ട് എൻഗേജ് ചെയ്യുക, അതായത് സംസാരിക്കുക, അയാളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി അയാളുമായിട്ട് ഇങ്ങനെയാണ് അവർ ആക്ട് ചെയ്ത് എടുക്കുന്നത്. ഓക്കെ. Then identify the figure of speech used in the line. The curfew tolls the knell of parting day. വളരെ ഇമ്പോർട്ടൻ്റ് ആൻഡ് ഫേമസ് ആയിട്ടുള്ളൊരു ഓപ്പണിംഗ് സെൻറ്റൻസ് ആണിത്. അപ്പോൾ ദ കർഫ്യൂ ടോൾസ് ദി നെൽ ഓഫ് പാർട്ടിംഗ് ഡേ എന്ന് പറയുന്നത് എലിജി റിട്ടേർഡിനെ കൺട്രി ചേർച്ച്യാർഡിലെ ഫസ്റ്റ് ലൈനാണ്. അപ്പോൾ അതിനകത്ത് പേഴ്സോണിഫിക്കേഷനും മെറ്റഫറുമാണ് പറയുന്നത്. കർഫ്യൂ ബെല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താ പറയുക, കർഫ്യൂ ബെല്ലിനെ ടോൾ ചെയ്യുവാണ് നെല്ല് പോലെ, അതായത് ഒരു ഡെത്ത് ബെല്ല് പോലെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് ഒന്നുമില്ല, സമയം സന്ധ്യയാവാറായി, ആ ദിവസത്തിന് കർഫ്യൂ പറയുവാണ് ആര്? ഈവനിങ്. അപ്പോൾ ഫ്രേസ് മെറ്റഫോറിക്കലി പറയുന്നത് എൻഡ് ഓഫ് ദ ഡേ ആണ്. അതിനെ എൻഡ് ഓഫ് ദ ഡേ എന്തുമായിട്ടാണ് പറയുന്നത്? കൈൻഡ് ഓഫ് ഡെത്തുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഓക്കെ. പാർട്ടിംഗ് ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മീനിങ്? പേഴ്സോണിഫിക്കേഷനാണ്. അതായത് സംതിങ് ദാറ്റ് ക്യാൻ ഡൈ. പാർട്ടി ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പോവുക, പിരിഞ്ഞു പോവുക, ഉപേക്ഷിച്ച് പോവുക എന്നുള്ളൊരു മീനിങ് ആണ്. അല്ലെങ്കിൽ മരണപ്പെട്ടു പോവുക എന്നൊക്കെയുള്ളൊരു മീനിങ് ആണ്. അപ്പോൾ ഇവിടെ ആരാണ് മരണപ്പെട്ടു പോകുന്നത്? ആ ദിവസമാണല്ലേ, ആ ഒരു ഡേ മരണപ്പെട്ടു പോവുകയാണെന്ന് വെച്ചാൽ മീനിങ് അത് ഈവനിങ് ആയി അല്ലെങ്കിൽ നൈറ്റായി മാറുന്നു. അപ്പം ഇമേജ് ഓഫ് ഈവനിങ്ങിനെ എങ്ങനെയായിട്ട് കമ്പയർ ചെയ്യുവാണ്? ഫ്യൂണറൽ ഫോർ ദ ഡേ ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഓക്കെ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 3 members ഓഫ് സ്പെക്ടേറ്റർ ക്ലബിന് ഏതെങ്കിലും 3 മെമ്പേഴ്സിൻ്റെ നെയിം പറയുക സ്പെക്ടേറ്റർ ക്ലബ്ബിൽ. അപ്പോൾ അതിൽ സ്പെക്ടേറ്റർ ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു ഫിക്ഷണൽ ഗ്രൂപ്പാണ് ക്രിയേറ്റഡ് ബൈ റിച്ചർഡ് സ്റ്റീൽ ആൻഡ് ജോസഫ് അഡിസൺ ഇൻ ദി എസ്സേ ദ സ്പെക്ടേറ്റർ. അപ്പോൾ അതിനകത്ത് ക്ലബിനകത്ത് സെവറൽ മെമ്പേഴ്സ് ഉണ്ട്. സെവറൽ മെമ്പേഴ്സ് ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് സൊസൈറ്റിയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിൽ 3 നോട്ടബിൾ മെമ്പേഴ്സ് എന്ന് പറയുന്നത് സർ റോജർ ഡേ കവർലിയും ക്യാപ്റ്റൻ സെൻട്രിയും വിൽ ഹണികൂംബുമാണ്. റോജർ ഡേ കവർലി ഒരു കൈൻഡ് ഹാർട്ടഡ് ആൻഡ് എക്സെൻട്രിക് കൺട്രി ജെൻറ്റിൽമാൻ ആണ്. അദ്ദേഹം ഓൾഡ് ഫാഷൻഡ് വാല്യൂസിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഹ്യൂമറസ് ആണ്, പക്ഷേ ഒരു എൻഡ്യൂറിംഗ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ക്യാപ്റ്റൻ സെൻട്രി ഒരു റിട്ടയർഡ് മിലിറ്ററി മാൻ ആണ്. വളരെ കാം ആൻഡ് റിഫ്ലക്റ്റീവ് നേച്ചറാണ്. അദ്ദേഹം ഇൻ്റലിജൻസിനെ അല്ലെങ്കിൽ ലോയൽറ്റിയെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. വിൽ ഹണികൂംബ് ഒരു ഫാഷനബിൾ ആൻഡ് ഫ്ലേർട്ടേഷ്യസ് ലണ്ടൻ ജെൻറ്റിൽമാൻ ആണ്. അദ്ദേഹം വളരെ വിറ്റിയാണ്, ചാമിങ് ആണ്. അർബൻ ലൈഫിനെ സിംബലൈസ് ചെയ്യുന്നതാണ് വിൽ ഹണികൂംബ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആരാണ് ദ ടാറ്റ്ലർ ആൻഡ് ദ സ്പെക്ടേറ്റർ എന്നുള്ള മാഗസീൻസ് കണ്ടുപിടിച്ചത്? ടാറ്റ്ലർ എന്ന് പറയുന്നത് റിച്ചാർഡ് സ്റ്റീലാണ്. 1709 കണ്ടുപിടിച്ചത്. അദ്ദേഹത്തിൻ്റെ സുഡോണിം ഐസക് ബിക്കർസ്റ്റാഫ് എന്നായിരുന്നു. സ്റ്റീല് ലേറ്റർ ജോസഫ് അഡിസണുമായിട്ട് കൊളാബ് ചെയ്തിട്ടാണ് ദ സ്പെക്ടേറ്റർ എന്നുള്ള ഇത് മാഗസീൻ കണ്ടുപിടിച്ചത് 1711. ഇത് രണ്ടും പീരിയോഡിക്കൽസ് ആണ് കേട്ടോ. ടാറ്റ്ലർ ഗോസിപ്പിനും ന്യൂസിനും സറ്റയറിനും ഇമ്പോർട്ടൻസ് കൊടുത്തു. കുറച്ചും കൂടി സീരിയസ് എസ്സേസ് ആണ് സ്പെക്ടേറ്ററിനകത്ത് വന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടു വാട്ട് പ്രൊഫഷൻ ഈസ് ദി ഗോഡ്സ് ആക്ട് ഓഫ് ക്രിയേഷൻ കമ്പയർഡ് ഇൻ ദ ടൈഗർ? വില്യം ബ്ലേക്കിൻ്റെ ദ ടൈഗർ എന്നുള്ള വർക്കിനകത്ത് ആക്ട് ഓഫ് ക്രിയേഷൻ, ഗോഡിൻ്റെ ആ ടൈഗറിനെ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു ആക്ഷൻ ഉണ്ടല്ലോ, അത് ആരുടെ ജോലിയായിട്ടാണ് കമ്പയർ ചെയ്തത്? ബ്ലാക്ക് സ്മിത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ക്രാഫ്റ്റ്സ്മാൻ്റെ ജോലിയായിട്ടാണ് കമ്പയർ ചെയ്തത്. അതായത് പോയത്തിനകത്ത് ഒരുപാട് ഇമേജറി യൂസ് ചെയ്തിട്ടുണ്ട്. ഫയർ, ഹാമർ, ആൻവിൽ, ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ബ്ലാക്ക് സ്മിത്തിൻ്റെ വെപ്പൺസ് അല്ലെങ്കിൽ ബ്ലാക്ക് സ്മിത്തിൻ്റെ ആ ഒരു ഇതിനകത്ത് യൂസ് ചെയ്യുന്ന പിന്നെന്താണ് കാര്യങ്ങളാണ് ഇതെല്ലാം. ഈ ഫയറും ഹാമറും ആൻവിലും. അപ്പം ഹാമറും ചെയിനും ഇതൊക്കെയെന്ന് വെച്ചാൽ ടൂൾസ് ഫോർ മെറ്റൽ വർക്കാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ക്രിയേറ്ററിനെ ഒരു ബ്ലാക്ക് സ്മിത്തുമായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ.
നെക്സ്റ്റ് ചാൾസ് ലാമ്പിൻ്റെ സ്യൂഡോണിം എന്ന് പറയുന്ന ഈലിയ എന്നാണ്. ഈ നെയിം ഫസ്റ്റ് അപ്പിയർ ചെയ്തത് ദ ലണ്ടൻ മാഗസിൻ എന്നുള്ള എസ്സേസിനകത്താണ്. ഓക്കെ, എസ്സേസിനകത്ത് പബ്ലിഷ് ചെയ്ത ലണ്ടൻ മാഗസിനകത്താണ്. ഈലിയ എന്ന് പറയുന്നത് ഫോർമർ അദ്ദേഹത്തിൻ്റെ ഒരു കോ വർക്കറായിരുന്നു സൗത്ത് സീ ഹൗസിൽ. ലാമ്പ് ഈ പേര് അഡോപ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ കുറച്ചും കൂടി പേഴ്സണൽ വോയിസ് എസ്സേസിന് കിട്ടാൻ വേണ്ടിയാണ്. അദ്ദേഹത്തിൻ്റെ എസ്സേയുടെ കളക്ഷൻ്റെ പേരാണ് എസ്സേസ് ഓഫ് ഈലിയ എന്നുള്ളത് കേട്ടോ. ചൈൽഡ്ഹുഡ് ഡ്രീംസ്, ഫാമിലി, നൊസ്റ്റാൾജിയ ഇതൊക്കെയാണ് അതിനകത്ത് പറഞ്ഞു പോയേക്കുന്നത്. നെക്സ്റ്റ് ഏതൊക്കെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് സോങ് ഫോർ സെയിൻറ്റ് സിസീലിയാസ് ഡേ എന്നുള്ള വർക്കിനകത്ത് സോൾജിയേഴ്സ് ഗെറ്റിംഗ് റെഡി ഫോർ ബാറ്റിലിൽ യൂസ് ചെയ്തേക്കുന്നത്? ഡ്രംസും ട്രംപറ്റ്സും ആണ് സോൾജിയേഴ്സ് പ്രിപ്പയറിംഗ് ഫോർ ബാറ്റിലിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്. ഈ ട്രംപറ്റ് എന്ന് പറയുന്നത് സോൾജിയേഴ്സിൻ്റെ ബ്ലഡിനെ റേസ് ചെയ്യാനും അവരെ ആക്ഷനിലോട്ട് നയിക്കാനുമാണ്. ഡ്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈറ്റി വാറിനെ പ്രൊവോക്ക് ചെയ്യുന്നു, അതായത് മാർച്ചിങ്ങിനെ അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റിനെയാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ സ്ട്രെങ്ത്, ഏർജൻസി ഇതിനെയാണ് ഈ ഇൻസ്ട്രുമെൻറ്റ്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ആർ.എൽ. സ്റ്റീവൻസൺ ടു വിച്ച് എസ്സേയിസ്റ്റ് വാസ് ആർ.എൽ. സ്റ്റീവൻസൺ റെസ്പോണ്ടിങ് ഇൻ വാക്കിംഗ് ടൂർ? വാക്കിംഗ് ടൂറിനകത്ത് ആർ.എൽ. സ്റ്റീവൻസൺ വില്യം ഹാസ്ലിറ്റ് എന്നുള്ള ഇംഗ്ലീഷ് എസ്സേയിസ്റ്റിനെയാണ് റെസ്പോണ്ട് ചെയ്ത് എഴുതുന്നത്. ഹാസ്ലിറ്റ് ഏർലിയർ ഓൺ ഗോയിങ് എ ജേർണി എന്ന് പറഞ്ഞൊരു എസ്സേ എഴുതിയിരുന്നു. ഈ രണ്ട് എസ്സേസും വാക്കിങ്ങിനെ കുറിച്ചുള്ള ഫിലോസഫിയും അതുപോലെ പ്ലഷറിനെ കുറിച്ചുമാണ് പറഞ്ഞു പോകുന്നത്. ഓക്കെ, പക്ഷേ സ്റ്റീവൻസൺ ശരിക്കും പറഞ്ഞാൽ ഹാസ്ലിറ്റിൻ്റെ ഐഡിയ ആയിട്ട് ഡിസഗ്രി ചെയ്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ എസ്സേയിൽ പറഞ്ഞു പോയിരിക്കുന്നത്. ഹാസ്ലിറ്റ് പറയുന്നതെന്ന് വെച്ചാൽ വാക്ക് ചെയ്യണമെങ്കിൽ ഒരു ഫ്രണ്ടിൻ്റെ സഹായത്തോടു കൂടി നടക്കുക, അതാണ് കുറച്ചും കൂടി പ്ലഷറബിൾ എന്ന് പറയുന്നു. സ്റ്റീവൻസൺ പറയുന്നതല്ല നമ്മൾ ഒറ്റയ്ക്ക് വേണം നടക്കാനെന്നാണ്. നെക്സ്റ്റ് സെക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതെല്ലാം 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പിന്നെ കുറച്ചുകൂടി ഒരു 3-4 സെൻറ്റൻസസ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതേ ഉള്ളൂ. അപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ദ റിഫറൻസ് ടു ജൂബൽ ഇൻ എ സോങ് ഫോർ സെയിൻറ്റ് സിസീലിയാസ് ഡേ. ഡ്രൈഡൻ്റെ സോങ് ഫോർ സെയിൻറ്റ് സിസീലിയാസ് ഡേക്ക് അത് ജൂബൽ എന്ന് പറയുന്നത് ഇൻവെൻറ്റർ ഓഫ് മ്യൂസിക് ആണ്. അപ്പോൾ ബിബ്ലിക്കൽ ട്രഡീഷൻ അനുസരിച്ച് ജൂബറാണ് ഫാദർ ഓഫ് ഓൾ ഹൂ പ്ലേ ദ ഹാർപ്പ് ആൻഡ് ഫ്ലൂട്ട് എന്ന് പറയുന്നത്. ഹാർപ്പും ഫ്ലൂട്ടും പ്ലേ ചെയ്യുന്നതിൻ്റെ എല്ലാവരുടെയും പിതാവ് എന്നറിയപ്പെടുന്നത് ജൂബലാണ്. അപ്പം ഇൻവെൻറ്റർ ഓഫ് മ്യൂസിക് എന്നാണ് അദ്ദേഹത്തിനെ അറിയപ്പെടുന്നത്. ബൈബിളിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഡ്രൈഡൻ ശരിക്കും പറഞ്ഞാൽ ജൂബലിൻ്റെ കോൺട്രിബ്യൂഷൻ ടു ദ മ്യൂസിക്കിനെയാണ് അവിടെ അക്നോളജ് ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹം കോൺട്രാസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ ജൂബലിൻ്റെ ഏർത്ത്ലി മ്യൂസിക് എന്ന് പറയുന്നത് സെയിൻറ്റ് സിസീലിയയുടെ ഡിവൈൻ ഇൻസ്പിറേഷനാണ്. ജൂബലിന് ഏർത്ത്ലി മ്യൂസിക് ആണെങ്കിൽ സെയിൻറ്റ് സിസീലിയയ്ക്ക് അത് ദൈവത്തിൻ്റെ ഇൻസ്പിറേഷൻ കൊണ്ട് കിട്ടിയതാണ് ഈ മ്യൂസിക്കൽ ടാലൻ്റ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ജൂബലിൻ്റെ മ്യൂസിക് സെൻസസിന് പ്ലീസിംഗ് ആണെങ്കിൽ സിസീലിയയുടെ മ്യൂസിക് എന്ന് പറയുന്ന ഏഞ്ചൽസിനെ ഹെവനിൽ നിന്ന് താഴോട്ട് കൊണ്ടുവരുന്ന ടൈപ്പ് ഓഫ് മ്യൂസിക് ആയിരുന്നു എന്നാണ് പറയുന്നത്. സോ സെയിൻറ്റ് സിസീലിയയുടെ മ്യൂസിക്കും ജൂബലിൻ്റെ മ്യൂസിക്കും തമ്മിൽ കമ്പയർ ചെയ്തിട്ടാണ് ഡ്രൈഡൻ ഇത് എഴുതി പോയേക്കുന്നത്. നെക്സ്റ്റ് വൈ ഡിഡ് ജൂബൽസ് ബ്രത്രൻ ഫോൾ ഓൺ ദിയർ ഫേസസ്? ജൂബലിൻ്റെ ബ്രത്രൻ എന്ന് പറയുന്നത് ഫെൽ ഓൺ ദിയർ ഫേസസ് ബിക്കോസ് എന്തുകൊണ്ടാണ് ഈ അദ്ദേഹത്തിൻ്റെ മ്യൂസിക് കേട്ടിട്ടാണ് ഫോൾ ചെയ്തതെന്നാണ് പറയുന്നത്. ഇപ്പോൾ ബിബ്ലിക്കൽ ട്രഡീഷൻ അല്ലെങ്കിൽ ബിബ്ലിക്കൽ അക്കൗണ്ട് അനുസരിച്ച് ജൂബലാണ് ആദ്യമായിട്ട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഇൻവെൻറ്റ് ചെയ്തത്. സോ അദ്ദേഹം ഹാർപ്പ് പ്ലേ ചെയ്തപ്പോൾ ഈ സൗണ്ട് വളരെ എൻചാൻറ്റിങ് ആയിട്ട് തോന്നി. അത് കേട്ടുകൊണ്ട് വന്ന ലിസണേഴ്സ് എല്ലാം വളരെ ഓവർവെംഡായി. അങ്ങനെ അവർ എന്ത് ചെയ്തു, അവർ മുഖത്തോട്ട് വീണു എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞു പോയേക്കുന്നത് ആ ഒരു അസ്റ്റോണിഷ്മെൻറ്റിൽ. അപ്പം അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കിൻ്റെ ഡീപ്പ് ഇമ്പാക്റ്റാണ് ഇവിടെ പറഞ്ഞു പോയേക്കുന്നത്. നെക്സ്റ്റ് ലേഡി മേരി മൊണ്ടേഗ്യൂവിൻ്റെ എങ്ങനെയാണ് മെന്നിൻ്റെ ക്യാരക്ടറിലെ വീക്ക്നെസ്സിനെ സറ്റയർ ചെയ്യുന്നത്. ലേഡി മേരി വോട്ട്ലി മൊണ്ടേഗ്യൂ സറ്റയർ വെച്ചിട്ടാണ് മെന്നിൻ്റെ ബിഹേവിയറിലെ ഫ്ലോസും ഹിപ്പോക്രസീസിനെ കുറിച്ച് പറഞ്ഞേക്കുന്നത്. ഇൻ ഹർ റൈറ്റിങ്സ് അവർ ഡബിൾ സ്റ്റാൻഡേർഡ്സ്, അതായത് ആണുങ്ങളുടെ ഡബിൾ സ്റ്റാൻഡേർഡ്സ് വിച്ച് ഇസ് ഇമ്പോസ്ഡ് ഓൺ വിമൻ, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഹൗ എങ്ങനെയാണ് ആണുങ്ങൾ വിമൻ്റെ പ്രൈഡിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നതെന്നും പിന്നെന്താണ് വിറ്റും ഐറണിയും യൂസ് ചെയ്തിട്ടാണ് അവർ ഈ മെയിൽ ആറ്റിറ്റ്യൂഡിൻ്റെ ഈ റിഡിക്കുലസ്നെസ് അല്ലെങ്കിൽ അബ്സേർഡിറ്റിയെ ക്രിട്ടിസൈസ് ചെയ്ത് പോയേക്കുന്നത്. ആൻഡ് ഷി ഓൾസോ പോയിൻറ്റ്സ് ഔട്ട് ദി കോൺട്രഡിക്ഷൻസ് ഇൻ മെൻസ് എക്സ്പെക്റ്റേഷൻസ് ഓഫ് വിമൻ. ഓക്കെ, അപ്പം മെൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ സാധാരണ പറയുന്നത് എന്താണ്, മെൻ റാഷണലും വിമൺ ഇമോഷണലാണെന്നാണ്. ഇതിനെയൊക്കെ ഇവർ ചലഞ്ച് ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. ആൻഡ് ഷി ഓൾസോ ഇല്ലസ്ട്രേറ്റ്സ് ഹൗ മെന്നിനാണ് ശരിക്കും പറഞ്ഞാൽ ഇറാഷണൽ ആയിട്ടുള്ള ഡിസയറും ഇൻസെക്യൂരിറ്റീസും കൂടുതലുള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ ആ മെയിൽ ഈഗോയുടെ ഫ്രജിലിറ്റിയെക്കുറിച്ചും ഫീമെയിൽ ഇൻ്റലക്റ്റിനെക്കുറിച്ചും അവർക്ക്, അതായത് ഈ ആണുങ്ങൾക്ക് ഫീമെയിൽ ഇൻ്റലക്റ്റിനുള്ള പേടിയും ഒക്കെയാണ്, ഫിയർ ഓഫ് ഫീമെയിൽ ഇൻ്റലക്റ്റ് ഒക്കെയാണ് ഇതിനകത്ത് പറഞ്ഞു പോയേക്കുന്നത്. നെക്സ്റ്റ് ഷീ സ്റ്റൂപ്സ് ടു കോൺകറിൻ്റെ സിഗ്നിഫിക്കൻസ് ഓഫ് ടൈറ്റിൽ. അതിനകത്ത് സെൻട്രൽ തീം ഓഫ് ദ പ്ലേ ആണ് ഈ ഒരു ടൈറ്റിൽ തന്നെ ഉദ്ദേശിക്കുന്നത്. കേറ്റ് ഹാർഡ്കാസിൽ ലോ സ്റ്റാറ്റസ് വിമണായിട്ട് അഭിനയിച്ച് ചാൾസ് മാർലോൻ്റെ ലവ് എങ്ങനെയാണ് കോൺകർ ചെയ്യുന്നത് അതാണ് ഇവിടെ പറഞ്ഞു പോയേക്കുന്നത്. മാർലോ വളരെ കംഫർട്ടബിൾ ആണ് ലോ സ്റ്റാറ്റസ് സ്ത്രീകളുടെ അടുത്ത്, പക്ഷേ ഹീസ് ഷൈ അറൗണ്ട് ലേഡീസ് ഓഫ് അപ്പർ ക്ലാസ്. അപ്പം സ്റ്റൂപ്പിംഗ് എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് കേറ്റ് എന്തിനാണ് സ്റ്റൂപ്പ് ചെയ്തത് അല്ലെങ്കിൽ കുറച്ച് ലോ ലെവലിലോട്ട് വന്ന എന്തിനാണ് ഈ മാർലോയുടെ ലവ് കോൺകർ ചെയ്യാൻ വേണ്ടിയാണ്.
അപ്പോൾ ആ ഹംബിൾ അല്ലെങ്കിൽ ഹ്യൂമിലിറ്റിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേറ്റ് മാർലോയുടെ. നെക്സ്റ്റ് സർ ആൻഡ്രൂ ഫ്രീപോർട്ട് എങ്ങനെയാണ് സ്റ്റീൽ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്? സർ ആൻഡ്രൂ ഫ്രീപോർട്ട് ഒരു ഫിക്ഷണൽ ക്യാരക്ടറാണ് സ്പെക്ടേറ്റർ എസേസിനകത്ത്. ഒരു സക്സസ്ഫുൾ ആൻഡ് ഇൻഡസ്ട്രിയസ് മെർച്ചൻ്റ് ആയിട്ടാണ് പറഞ്ഞു പോയേക്കുന്നത്. മിഡിൽ ക്ലാസ്, റൈസിംഗ് മിഡിൽ ക്ലാസിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവാണ് ഈ ആൻഡ്രൂ ഫ്രീപോർട്ട്. ഓണസ്റ്റി, ഹാർഡ് വർക്ക്, പ്രാഗ്മാറ്റിസം ഒക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ വാല്യൂസ് എന്ന് പറയുന്നത്. ഒരു മാൻ ഓഫ് സൗണ്ട് ജഡ്ജ്മെൻറ്റ് ആൻഡ് എക്കണോമിക് വിസ്റ്റം ആർക്കുണ്ട് സർ ആൻഡ്രൂ ഫ്രീപോർട്ടിനുണ്ട്. പിന്നെ ഈ മോണോപ്പൊളിക്കൊക്കെ എതിരെ നിൽക്കുന്ന ആളാണ്. ഫ്രീ എൻ്റർപ്രൈസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. കൊമേഴ്സിന്, അതായത് ഇമ്പോർട്ടൻസ് ഓഫ് കൊമേഴ്സ് ഇൻ സൊസൈറ്റിയെക്കുറിച്ച് ഒരുപാട് സംസാരിക്കുന്ന ഒരാളാണ് ഇദ്ദേഹം. പിന്നെ ഗ്രേഡ് എലിജിക്കകത്ത് ബീറ്റിൽ വണ്ട് എന്തിനെയാണ് സിഗ്നിഫൈ ചെയ്യുന്നത്? ഡെത്തിനെയും പാസേജ് ഓഫ് ടൈമിനെയാണ് പറയുന്നത്. അതായത് പോയത്തിനകത്ത് ഔള് മോപ്പ് ചെയ്യുന്ന സൗണ്ടും ഈ ആൻഡ് ഓൾസോ എന്താണ് ഈ വണ്ടിൻ്റെ സൗണ്ടും ഒക്കെ ഒരു വല്ലാത്ത സാഡ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ബീറ്റിലിൻ്റെ ഈ ഒരു ഡ്രോൺ സൗണ്ട് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഈ ബീറ്റിൽ പറക്കുമ്പോൾ ഉള്ളൊരു സൗണ്ട് ഉണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ വളരെ മൊണോട്ടണസ് ആണെന്നും ഡെത്ത് അപ്രോച്ച് ചെയ്യാൻ നേരത്ത് അല്ലെങ്കിൽ ഒരു സാഡ്നെസ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ബീറ്റിലിൻ്റെ സൗണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈവനിങ്ങിൽ ഈ ക്രിക്കറ്റിൻ്റെ സൗണ്ട്, ബീറ്റിലിൻ്റെ സൗണ്ട്, ഇതൊക്കെ എന്താണ് എപ്പോഴും യൂഷ്വൽ ആയിട്ടുള്ളൊരു പ്രസൻസ് ആണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ മോർട്ടാലിറ്റി അല്ലെങ്കിൽ ഡെത്തിൻ്റെ തീമിനെയാണ് കാണിക്കുന്നത്. ബീറ്റിലിൻ്റെ സൗണ്ട് എന്ന് പറയുന്നത് ആ ഒരു ഗ്രേവ് യാർഡിൽ ബീറ്റിലിൻ്റെ സൗണ്ട് മാത്രം ഇങ്ങനെ മുഴങ്ങി കേൾക്കുവാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ആ ഗ്രേവ് യാർഡിൽ ആ സ്റ്റിൽനെസ് ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ആ ഒരു അറ്റ്മോസ്ഫിയറിനെയാണ് കാണിക്കുന്നത്. ഓക്കെ. പിന്നെ ദ ലാമ്പ് എന്നുള്ള പോയത്തിനകത്ത് ലാമ്പ് എന്തിൻ്റെ സിമ്പിളാണ്? ലാമ്പ് എന്ന് പറയുന്നത് ഇന്നസെൻസ്, പ്യൂരിറ്റി ആൻഡ് ഡിവൈൻ ക്രിയേഷൻ അല്ലെങ്കിൽ ക്രൈസ്റ്റിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോങ്സ് ഓഫ് ഇന്നസെൻസ് എന്നുള്ള വർക്കിനകത്ത് നിന്നാണ് ഈ ലാമ്പ് എന്നുള്ള പോം എടുത്തിട്ടുള്ളത്. ടൈഗർ എന്നുള്ള പോം സോങ്സ് ഓഫ് എക്സ്പീരിയൻസ് എന്നുള്ള പോയത്തിനകത്താണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, മറന്നു പോകരുത്. ലാമ്പ് ഒരു ജെൻറ്റിൽ ക്രീച്ചറാണ്. അത് ഈ ചൈൽഡ് ലൈക്ക് ഇന്നസെൻസ് ആൻഡ് സിംപ്ലിസിറ്റിയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലാമ്പ് എന്ന് പറയുന്നത് എന്താണ്? ക്രിയേഷൻ ഓഫ് ഗോഡാണ് അല്ലേ? അപ്പോൾ പോയം സജസ്റ്റ് ചെയ്യുന്നത് ഈ സെയിം ഗോഡ് തന്നെയാണ് എന്തിനെ ഉണ്ടാക്കിയത്, അതായത് അദ്ദേഹത്തിനെ ഉണ്ടാക്കിയ സെയിം ഗോഡ് തന്നെയാണ് ലാമ്പിനെയും ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ആ യൂണിറ്റിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ക്രിയേറ്ററും ക്രിയേഷൻസും തമ്മിലുള്ള യൂണിറ്റി. ലാമ്പ് എന്ന് പറയുന്നത് ജീസസ് ക്രൈസ്റ്റിൻ്റെ ഒരു സിമ്പലും കൂടിയാണ്. പിന്നെ എപ്പോഴും പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 15 മാർക്കിന് അല്ലെങ്കിൽ 4 മാർക്കിനൊക്കെ ചോദിക്കുവാണ് ഈ ലാമ്പ് എന്നുള്ള പോയപ്പോൾ ഒറ്റയ്ക്ക് ലാമ്പിനെ കുറിച്ച് എഴുതുക അല്ലെങ്കിൽ ടൈഗറിനെ കുറിച്ച് എഴുതുക എന്ന് പറഞ്ഞാലും ഈ ലാമ്പും ടൈഗറും ഒക്കെ എപ്പോഴും നമ്മൾ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് നടത്തുന്ന പോംസാണ്. അപ്പോൾ ഞാൻ ഈ ലാമ്പിനെ കുറിച്ചും ടൈഗറിനെ കുറിച്ചൊക്കെ കമ്പയർ ചെയ്തും കോൺട്രാസ്റ്റ് ചെയ്തും ഒക്കെ ഉള്ള ഓഡിയോ ഇട്ടിട്ടുണ്ട്. എപ്പോഴും അത് 4 മാർക്കിന് തൊട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങൾ ലാമ്പിനെ കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾ എന്തായാലും ടൈഗർ എന്നുള്ള പോയത്തിനെ കുറിച്ച് എഴുതണം. ടൈഗറിനെ കുറിച്ച് ചോദിച്ചാലും ലാമ്പിനെ കുറിച്ച് എഴുതണം. അത് മറന്നു പോകരുത്. നെക്സ്റ്റ്, വൈ ഡസ് ജോൺ സ്മൈൽ എന്താണ് പറയുന്നത്? ഈ ഡ്രീം ചിൽഡ്രൻ റവറിക്കകത്ത് ചാൾസ് ലാമ്പിൻ്റെ എസ്സേ ഉണ്ടല്ലോ, അതിനകത്ത് എന്തുകൊണ്ടാണ് ജോൺ സ്മൈൽ എന്നുള്ള ക്യാരക്ടർ പറയുന്നത് ജോൺ എന്തുകൊണ്ടാണ് ചിരിച്ചോണ്ട് പറയുന്നത് ദാറ്റ് വുഡ് ബി ഫൂളിഷ് ഇൻഡീഡ് എന്നുള്ളത്? അപ്പോൾ ഇവിടെ ചാൾസ് ലാമ്പിൻ്റെ എസ്സേ ആയിട്ടുള്ള ഡ്രീം ചിൽഡ്രൻ റവറിക്കകത്ത് നറേറ്റർ ഇമാജിൻ ചെയ്യുന്നുണ്ട് ഈ കുട്ടികളുടെ അടുത്ത് സ്റ്റോറി പറയുന്നത് അബൌട്ട് ദ ഡെഡ് ഗ്രാൻഡ് മദർ. അറ്റ് വൺ പോയിന്റ് അദ്ദേഹം മെൻഷൻ ചെയ്യുന്നത് ഗ്രാൻഡ് മദർ ഗോസ്റ്റിലൊക്കെ ബിലീവ് ചെയ്തിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഇമാജിൻഡ് ചൈൽഡായിട്ടുള്ള ആലിസ് ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തുള്ള ബിലീഫൊന്നും ഇല്ലാത്ത കുട്ടിയാണ്. ജോൺ പക്ഷേ എന്താണ്, ഒരു ഇമാജിനറി ചൈൽഡാണ്. അപ്പോൾ അതായത് ഒരു കൈൻഡ് ഓഫ് ജോൺ എന്നുള്ള ഇമാജിൻഡ് ചൈൽഡ് എന്താണ്, സ്മൈൽ ചെയ്യും. അതായത് അത് ഫൂളിഷ് ആണല്ലോ ഈ സ്റ്റോറി എന്ന് പറഞ്ഞു. അപ്പം ജോൺ അതുകൊണ്ടാണ് സ്മൈൽ ചെയ്ത് പറയുന്നത്. അതായത് ഗോസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ജോണും ആലിസും എന്താണ് അത് വിശ്വസിക്കാതെ ചിരിച്ചുകൊണ്ടാണ് ഇതിനെ എടുക്കുന്നത്. അപ്പോൾ ഈ സ്മൈല് ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടി കുറച്ച് റാഷണലായിട്ടാണ് സൂപ്പർസ്റ്റിഷൻസിനെയൊക്കെ നേരിടുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് അതിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. പിന്നെ മിസ്റ്റർ ബെനറ്റിൻ്റെ പ്ലാൻ എന്തായിരുന്നു റിഗാർഡിങ് മിസ്റ്റർ ബിംഗ്ലി ആൻഡ് വൈ ഡസ് മിസ്റ്റർ ബെനറ്റ് നോട്ട് എഗ്രി വിത്ത് ഇറ്റ്? മിസസ് ബെനറ്റിൻ്റെ പ്ലാൻ എന്താണ് റിഗാർഡിങ് മിസ്റ്റർ ബിംഗ്ലി ആൻഡ് മിസ്റ്റർ ബെനറ്റ് എന്തുകൊണ്ടാണ് അതിനെ എഗ്രി ചെയ്യാത്തത്? ജെയിൻ ഓസ്റ്റൻ്റെ പ്രൈഡ് ആൻഡ് പ്രെജുഡിസ് എന്നുള്ള നോവലിനകത്ത് പറയുന്നത്, അതായത് മിസസ് ബെനറ്റ് കല്യാണം കഴിപ്പിച്ച് വിട്ടോളാൻ വയ്യ ഡോട്ടേഴ്സിനെ. സോ അതുകൊണ്ട് അവരെന്ത് ചെയ്യാണ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെൽത്തി സ്യൂട്ടേഴ്സിനെ കല്യാണം കഴിപ്പിച്ചുകൊണ്ടിരിക്കുക, അതായത് അവർ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ മിസ്റ്റർ ബിഗ്ലി ഒരു വെൽത്തി ബാച്ചിലറാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവരൊരു പ്ലാൻ ഡിവൈസ് ചെയ്യുവാണ്. അതായത് എൽഡസ്റ്റ് ഡോട്ടറായിട്ടുള്ള ജെയിനെ മിസ്റ്റർ ബിഗ്ലിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുക എന്നുള്ളത്. പക്ഷേ മിസസ് മിനിറ്റ് എന്താണ് എൻകറേജ് ചെയ്യുന്നുണ്ട് ജെയിനെ ഇയാളുടെ വീട്ടിലൊക്കെ പോയി ഒരു റൊമാൻറ്റിക് കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. ആൻഡ് ഓൾസോ ജെയിനെ ഹോഴ്സിൻ്റെ പുറത്ത് എന്താണ് റെയിനിൽ വിടുന്നുണ്ട്, അതായത് ഓവർ നൈറ്റ് സ്റ്റേ ചെയ്യാൻ വേണ്ടി ഇവർ രണ്ടുപേരുടെ മനഃപൂർവ്വം. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിസ്റ്റർ ബെനറ്റ് ഇതിന് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു വൈഫിൻ്റെ മാച്ച് മേക്കിംഗ് എഫേർട്ടിൽ. അത് കുറച്ചുകൂടെ റിസർവ്ഡ് ആയിട്ടുള്ള ടൈപ്പാണ്. അപ്പോൾ ഇതിനെ മാത്രമല്ല മിസ്റ്റർ ബെനറ്റ് കളിയാക്കി വിടുന്നുമുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, 1 minute
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മേരി ലാമ്പിൻ്റെ കോൺട്രിബ്യൂഷനാണ്. മേരി ലാമ്പ് എന്ന് പറയുന്നത് ചാൾസ് ലാമ്പിൻ്റെ പിന്നെ സിസ്റ്ററാണ്. ടെയിൽസ് ഫ്രം ഷേക്സ്പിയർ എന്നുള്ളത് ഇവർ രണ്ടുപേരുടെയും ഓതർ ചെയ്ത വർക്കാണ്. ഈ വർക്ക് 1807 പബ്ലിഷ് ചെയ്ത് ഷേക്സ്പിയറിൻ്റെ പ്ലേ കുട്ടികൾക്ക് ആക്സസിബിൾ ആക്കാൻ വേണ്ടിയാണ് ടെയിൽസ് ഫ്രം ഷേക്സ്പിയർ എന്ന് പറഞ്ഞൊരു വർക്ക് ഇവർ എഴുതിയത്. മേരി ട്രാജിക് ടെയിൽസ് ആണ് എഴുതുന്നത്, പക്ഷേ ചാൾസ് എന്ന് പറയുന്നത് കോമഡീസിലാണ് ഫോക്കസ് ചെയ്തത്. അവരുടെ സ്റ്റോറി ടെല്ലിംഗ് വളരെ സിംപ്ലിഫൈഡ് കോംപ്ലക്സ് പ്ലോട്ട്സ് ആണ് വിത്തൗട്ട് ലൂസിങ് ഇമോഷണൽ ഡെപ്ത് ആൻഡ് ഓൾസോ ഗ്രേറ്റ് നറേറ്റീവ് സ്കില്ലുണ്ട് ഇവർക്ക്. മേരിയുടെ കോൺട്രിബ്യൂഷൻ ശരിക്കും പറഞ്ഞാൽ ഈ ഷേക്സ്പിയറിനെ പോപ്പുലറൈസ് ആക്കി മാറ്റി യങ്ങർ ഓഡിയൻസിൻ്റെ ഇടയിൽ. ആൻഡ് ഓൾസോ ചിൽഡ്രൻസ് ലിറ്ററേച്ചറിൽ റൊമാൻറ്റിക് പീരീഡിൽ കുറച്ചും കൂടി പോപ്പുലർ ആക്കി മാറ്റിയത് മേരി ലാമ്പാണ്. പേഴ്സണൽ ലൈഫിൽ മെൻ്റൽ ഹെൽത്ത് സ്ട്രഗിൾ അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ഡിവോട്ടഡ് ലിറ്ററി ഫിഗർ ആയിരുന്നു. സെൻസിറ്റീവായിട്ട് ഇമോഷണലി ഇൻസൈറ്റും ക്ലാരിറ്റിയോട് കൂടിയാണ് ഇവർ എഴുതിയിട്ടുള്ളത്. പോംസും എസ്സേസും ഒക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ലെസ് വൈഡ്ലി നോൺ ആണ്. ട്രാജിക് ആയിട്ടുള്ള ലൈഫായിരുന്നു ഇവരുടേത്. ആൻഡ് ഷീ ഫേറ്റലി സ്റ്റാബ്ഡ് ഹെർ മദർ. പിന്നെ ചാൾസ് സപ്പോർട്ട് ചെയ്തെങ്കിലും അവർ കണ്ടിന്യൂ ചെയ്തിരുന്നു എഴുതാനൊക്കെ. ഇവർ ഒരുമിച്ചായിരുന്നു എഴുതുന്നതൊക്കെ. അങ്ങനെ അവരുടെ കൊളാബറേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെയിൽസ് ഫ്രം ഷേക്സ്പിയർ എന്നുള്ളത്. പിന്നെ ഷാർലറ്റ് ബ്രോണ്ടയുടെ ഫൈനൽ മൊമെൻറ്റ്സിനെ കുറിച്ച് എങ്ങനെയാണ് ഹർ സിസ്റ്റർ പറയുന്നത്. എമിലി ബ്രോണ്ടിൻ്റെ ഡെത്തിനെ കുറിച്ച് ഒരു ലെറ്ററിനകത്ത് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് ഷാർലറ്റ്. അതായത് സിസ്റ്റർ വളരെ സ്റ്റോയിക് ആണെന്നും ആ ഒരു സ്ട്രെങ്ത്തിനെ കുറിച്ചും. എമിലി ഡിസ്പൈറ്റ് യർ ഇൽനെസ് അത് കംപ്ലയിൻ്റ് ഒന്നും ഇല്ലാതെ എൻഡ്യൂർ ചെയ്തുകൊണ്ടിരുന്നു. ഷാർലറ്റ് അവരെ പോർട്രേ ചെയ്തിരിക്കുന്ന നല്ല വിൽ പവറോടുകൂടിയും ഒക്കെ ആണ് അവർ ജീവിച്ചിരുന്നതെന്നും ഒക്കെയാണ്. ഡെത്ത് അപ്രോച്ച് ചെയ്തപ്പോഴും വളരെ ഡിഗ്നിറ്റിയോടുകൂടിയും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുമാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തത് ആ ഒരു ഇതിനെ. ബ്രീത്തിങ് വളരെ ലേബേർഡായിട്ട് മാറി. ഒരു വേർഡ്സ് ഓഫ് ഫിയറോ റിഗ്രറ്റോ ഇല്ലായിരുന്നു. ആൻഡ് ഫൈനൽ അവേഴ്സിലുള്ള അവരുടെ കൊളാപ്സും ഒക്കെ ഷാർലറ്റ് പറയുന്നുണ്ട്. എമിലിയുടെ കറേജിനെ കുറിച്ചൊക്കെ ഇവർ ഇതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ ഹാസ്ലെറ്റിൻ്റെ ഐഡിയ ഓഫ് വാക്കിങ്ങിനെ കുറിച്ച് R.L. സ്റ്റീവൻസൻ്റെ ഒബ്ജക്ഷൻ എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. കമ്പാനിയൻ ഇല്ലാതെ നടക്കണം എന്നാണ് R.L. സ്റ്റീവൻസൺ പറയുന്നത്. ഹാസ്ലെറ്റ് പക്ഷേ കമ്പാനിയൻ്റെ കൂടെ നടക്കണം എന്നാണ് പറയുന്നത്. ആൻഡ് വാക്കിംഗ് എലോൺ എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് സ്റ്റീവൻസൺ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് നടന്നു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ഒക്കെ നമുക്ക് തിങ്ക് ചെയ്ത് നേച്ചറിനെ എൻജോയ് ചെയ്ത് നടക്കാം. കമ്പാനിയൻ ഉണ്ടെങ്കിൽ നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസിനെ ഡിസ്റപ്റ്റ് ആവും. അതുപോലെ തന്നെ കോൺവെർസേഷൻസ് ആ ഒരു ബ്യൂട്ടിയെ ഡിസ്റപ്റ്റ് ചെയ്യും. ഇൻട്രോസ്പെക്ഷൻ ഒന്നും പറ്റത്തില്ല നമുക്ക്, അല്ലെ ഒരു സെൽഫ് അനാലിസിസ് ഒന്നും പറ്റത്തില്ല. ആൻഡ് ഓൾസോ മോസ്റ്റ് പീപ്പിൾ എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ മൂഡിനനുസരിച്ചോ പേസിനനുസരിച്ചോ നടക്കുന്ന സ്പീഡിനനുസരിച്ചോ സിങ്ക് ആവണമെന്നില്ല. അപ്പോൾ സോഷ്യൽ ഇൻട്രാക്ഷൻ ഹാസ്ലെറ്റ് ഒരുപാട് വാല്യൂ കൊടുത്തിരുന്നു. പക്ഷേ സ്റ്റീവൻസന് സൈലൻസ് ഒക്കെ ആയിരുന്നു ഇഷ്ടം. പിന്നെ ഗോബ്ലിൻ മെൻസിൻ്റെ ഫ്രൂട്ടിനെ എന്താണ് സിഗ്നിഫൈ ചെയ്യുന്നത് ലോറ. അതായത് ക്രിസ്റ്റീന റോസറ്റിയുടെ ഗോബ്ലിൻ മാർക്കറ്റിനകത്ത് ഈ ഗോബ്ലിൻസിൻ്റെ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ടെംപ്റ്റേഷനെ അല്ലെങ്കിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള ഡിസയറിനെയാണ് കാണിക്കുന്നത്. ലോറയ്ക്ക് ഈ ഫ്രൂട്ട് ശരിക്കും പറഞ്ഞാൽ പ്ലഷറിനെയാണ് സിംബലൈസ് ചെയ്യുന്നത്. ഈ സ്വീറ്റ്നെസ്സും ബ്യൂട്ടിയും കണ്ടിട്ടാണ് വാർണിംഗ് ഒക്കെ പിന്നെ അത് വകവെക്കാതെയാണ് ഈ കുട്ടി പോകുന്നതും. ലിസി ഒരുപാട് വാർണിംഗ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഫ്രൂട്ട് കൺസ്യൂം ചെയ്യുമ്പോഴേ ലോറ അഡിക്റ്റഡ് ആവുന്നു. ആൻഡ് ഫ്രൂട്ടിൻ്റെ എഫക്റ്റ് ഫിസിക്കലി സ്പിരിച്വലി ഇവിടെ ടയർഡ് ആക്കുന്നുണ്ട്. ഷീ സിക്ക് ആവുന്നു, വീക്ക് ആവുന്നു, ഇൻക്രീസിംഗ്ലി ഒബ്സസ്ഡ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഇത് ടെംപ്റ്റേഷൻ ഈൽഡ് ആയതുകൊണ്ടുള്ള കോൺസിക്വൻസസ് ആണ് നെഗറ്റീവായിട്ടുള്ള. ഈ ഫ്രൂട്ട് ആക്ച്വലി ഫോർബിഡൻ നോളജിനെ അല്ലെങ്കിൽ ലോസ് ഓഫ് ഇന്നസെൻസിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ലോറയുടെ സഫറിങ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗാർഡൻ ഓഫ് ഈഡനിലെ ഫോൾ ഓഫ് ഈവിനെയാണ് കാണിക്കുന്നത്. പിന്നെ ഗോബ്ലിൻസ് എന്ന് വെച്ചാൽ അവരുടെ സെഡക്റ്റീവ് സെയിൽസ്മാൻഷിപ്പ് കൊണ്ട് വീണ്ടും അതിനെ കാണിക്കുന്നത് എന്താണ്? അത് ശരിക്കും പറഞ്ഞാൽ മെയിൽ പവറിൻ്റെ എക്സ്പ്ലോയിറ്റേറ്റീവ് നേച്ചറാണ്, ആ മാനിപ്പുലേഷനാണ് കാണിക്കുന്നത്. പിന്നെ ടെയിൽ ഓഫ് ടു സിറ്റീസ് ലണ്ടനിലും പാരീസിലുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് എപ്പോഴുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പ്രൈമർലി ഫ്രഞ്ച് റവല്യൂഷനെ ബേസിസിലാണ് ഇതിൽ ഇറങ്ങുന്നത്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് 1775 to 1793 കഥ നടക്കുന്നത്. പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ കണ്ടീഷൻസ് ഇൻ ഇംഗ്ലണ്ട് ആൻഡ് ഫ്രാൻസിനെ കമ്പയർ ചെയ്തും കോൺട്രാസ്റ്റ് ചെയ്തിട്ടുമാണ് എഴുതിയിരിക്കുന്നത്. പാരീസ് എന്ന് പറയുന്നത് ഒരു കൺഫ്യൂഷനും സഫറിങ്ങും ബ്ലഡി റവല്യൂഷൻ നടക്കുന്ന ഒരു സ്ഥലമായിട്ട്, ലണ്ടൻ കുറച്ചും കൂടി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് പറഞ്ഞേക്കുന്നത്. നോവൽ തുടങ്ങുന്നത് തന്നെ ഇറ്റ് വാസ് ദ ബെസ്റ്റ് ഓഫ് ടൈംസ്, ഇറ്റ് വാസ് ദ വേസ്റ്റ് ഓഫ് ടൈംസ് എന്നുള്ള ഫേമസ് ഓപ്പണിംഗ് ലൈനിലൂടെയാണ്. അത് തന്നെ ആ ഒരു സമയത്തെ ആ ഒരു കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ടൈമിനെയാണ് കാണിക്കുന്നത്. ജസ്റ്റിസ്, സാക്രിഫൈസ്, റിസറക്ഷനൊക്കെയാണ് അവർ ഇതിനകത്ത് പറഞ്ഞു പോയേക്കുന്നത്. പിന്നെ ഐഡിയൽ ലവറിനെ കുറിച്ച് എങ്ങനെയാണ് ദ ലവർ എ ബാലഡിനകത്ത് സ്പീക്കർ പറയുന്നത്. അപ്പം ലേഡി മേരി പോട്ട്ലെ മൊണ്ടേഗ്യൂ ലവർ എ ബാലഡിനകത്ത് പറയുന്ന അതായത് ഐഡിയൽ ലവറിനെ കുറിച്ച് ഒരു അൺകൺവെൻഷണൽ ഐഡിയ ആണ് പ്രസൻറ്റ് ചെയ്തേക്കുന്നത്. ഡ്രമാറ്റിക് ആകരുത്, ഇമോഷണൽ ഫിഗർ, അതായത് ഹീസ് നോട്ട് എ ഡ്രമാറ്റിക് ഇമോഷണൽ ഫിഗർ ഒബ്സസ്ഡ് വിത്ത് റൊമാൻറ്റിക് ക്ലീഷേസ്. ഓണസ്റ്റിക്കും ഫ്രീഡത്തിനും മ്യൂച്വൽ റെസ്പെക്റ്റിംഗ് ലവിന് വേണം ഇമ്പോർട്ടൻസ് കൊടുക്കാൻ. ആർട്ടിഫിഷ്യൽ ലവ് പോയിട്ട് റിജക്റ്റ് ചെയ്യണം. എക്സാജറേറ്റഡ് ജസ്റ്റേഴ്സ് ഒന്നും പാടില്ല. പിന്നെന്താണ് പ്രാക്ടിക്കൽ ആൻഡ് റാഷണൽ അപ്രോച്ച് വേണം ലവിനോട്. ആൻഡ് ഓൾസോ ബ്യൂട്ടി ഓർ പാഷൻ ഒന്നും അടിമയാവരുത്.
ആവരുത്, കാം അഫെക്ഷൻ ആയിരിക്കണം ഫയർ ഇമോഷൻസിന് പകരം. പിന്നെന്താണ്, ഈ പ്രിട്ടൻഡ് ചെയ്യാനോ ഫ്ലാറ്റർ ചെയ്യാനോ പോകരുത്. ഐഡിയൽ ലവ് എന്ന് വെച്ചാൽ ഈക്വൽ ആൻഡ് അൺറീസണബിൾ ആയിരിക്കണം, ജലസ് റിജക്റ്റ് ചെയ്യണം, ഡ്രാമ ഉണ്ടായിരിക്കരുത് റിലേഷൻഷിപ്പിൽ. പിന്നെന്താണ്, ഒബ്സഷൻ ആവരുത്, ചോയ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം. ആരുടെ ഇൻഡിപെൻഡൻസിലോ ഫ്രീഡത്തിലോ ലവ് ഇൻ്റർഫിയർ ചെയ്യാൻ വരരുത്. അപ്പോൾ ട്രൂ ആയിരിക്കണം ലവ്, പക്ഷേ പൊസസീവ് ആവരുത്. പിന്നെ ഗ്രേഡ് എലിജിയുടെ സെറ്റിംഗ് എന്ന് വെച്ചാൽ ഒരു ക്വൈറ്റ് റൂറൽ ഗ്രേവിയാർഡിലാണ്, ഒരു വില്ലേജിലാണിത്. ഡസ്കിലാണ് പോം തുടങ്ങുന്നത്, മെലങ്കോളിക് മോഡിലാണ്. ചേർച്ചിയാടിനെ കാംനെസ് ആൻഡ് റെസ്പെക്റ്റോടു കൂടിയാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഈ ഗ്രേവ് എന്ന് പറയുന്ന കോമൺ ആൻഡ് ഹമ്പിൾ പീപ്പിളിലാണ് അടക്കിയിരിക്കുന്നത്. അപ്പോൾ അത് ആ മെഡിറ്റേറ്റീവ് ടോൺ ഓൺ ഡെത്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നേച്ചറും ഇതിനകത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സിമ്പിളാണ്. പിന്നെ അതുപോലെ തന്നെ ഈ റൂറൽ സിംപ്ലിസിറ്റിയും അർബൻ അംബീഷനും കൂടി കോൺട്രാസ്റ്റ് ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. ആ ചേർച്ചിയാടിൻ്റെ പീസ്ഫുൾനെസ്സും എറ്റേണൽ റെസ്റ്റും ഒക്കെ സിംബലൈസ് ചെയ്യുന്നു. പിന്നെ ട്രീസിനെ കുറിച്ച്, ടൂം സ്റ്റോണിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, ടൈംലെസ്നെസ്സിനെ കുറിച്ച് പറയുന്നുണ്ട്, ബറീഡ് വില്ലേജസിൻ്റെ അൺനോൺ ലൈഫിനെ കുറിച്ചും പറയുന്നുണ്ട്. അതുപോലെ തന്നെ സ്പീക്കറിൻ്റെ ഓൺ ഡെത്തിനെ കുറിച്ചും മോർട്ടാലിറ്റിയെക്കുറിച്ചും പറയുന്നുണ്ട്. പിന്നെ റിട്ടേൺ എക്സ്റ്റംബർ ഓൺ ദ സീഷോറിനകത്ത് എലിസബത്ത് കാർട്ടർ എങ്ങനെയാണ് ഗ്രീഫിനെ സാഡ്നെസ്സിനെ എക്സ്പ്രസ് ചെയ്യുന്നത്. ഒരുപാട് ഇമേജറിയിലൂടെയും ടോണിലൂടെയും ഫിലോസഫിക്കൽ റിഫ്ലക്ഷനിലൂടെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. സീ ഷോർ ഒരു സിമ്പിൾ ഓഫ് ഇമോഷണൽ ടെർമോയിലായിട്ട് മാറുന്നു. സീയുടെ വേവ്സ് എന്ന് പറയുന്നത് ആ ഇന്നർ സോറോയെയാണ് കാണിക്കുന്നതെന്നും പിന്നെ നേച്ചറിൻ്റെ വാസ്റ്റ്നെസ്സിനെയും ഹ്യൂമൻ സഫറിങ്ങിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ലാംഗ്വേജ് വളരെ ഒരു ഡെസ്പെയർ ആയിട്ടുള്ള ലാംഗ്വേജാണ് അതവർ യൂസ് ചെയ്യുന്നത്. ടൈമിനെ ഒരിക്കലും പെയിനെ ഇറേസ് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് അവർ പറയുന്നത്. ഗ്രീഫ് കോൺസ്റ്റൻ്റ് ആൻഡ് പേഴ്സണൽ ആണെന്നും പിന്നെന്താണ്, കുറച്ച് ഇൻട്രോസ്പെക്റ്റീവായിട്ട് മെഡിറ്റേറ്റീവായിട്ടാണ് എഴുതിയിരിക്കുന്നത്. നേച്ചറിൻ്റെ ബ്യൂട്ടിയിൽ അവർക്ക് ഒരിക്കലും ഒരു കംഫർട്ട് കിട്ടുന്നില്ല പെർമനൻ്റ് ആയിട്ട്. പീസിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് ഇവർ ഇതിനകത്ത്. പിന്നെ സാഡ്നെസ് എന്ന് പറയുന്ന ഹ്യൂമൻ എക്സ്പീരിയൻസിൻ്റെ ഒരു പാർട്ടായിട്ടാണ് ഇവർ പറഞ്ഞു പോയേക്കുന്നത്. പിന്നെ ഗ്രാൻഡ് മദർ ഫീൽഡിനെ കുറിച്ച് എങ്ങനെയാണ് ചാൾസ് ലാംബ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അഫെക്ഷനോടുകൂടി അഡ്മിറേഷനോടും കൂടിയാണ്. ഒരു പയസ് ആൻഡ് ഗുഡ് വുമൺ ആണ്, ലവ്ഡ് ആൻഡ് റെസ്പെക്റ്റഡ് ബൈ എവ്രി വൺ. ഒരു കൈൻഡ് ഹാർട്ടഡ് ആയിട്ടുള്ളൊരു ലേഡിയായിരുന്നു. ഗ്രേറ്റ് ഹൗസിലായിരുന്നു ജീവിച്ചിരുന്നത്. അതിൻ്റെ ഡിഗ്നിറ്റിയൊക്കെ ഇവർ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. മോറൽ സ്ട്രെങ്ത്തും റിലീജിയസ് ഡിവോഷനും ഉണ്ടായിരുന്നു. ബൈബിളിലൊക്കെ ഇവർ വളരെ ഫോണ്ടായിരുന്നു. അപ്പം അതിനകത്തുനിന്നുള്ള ലെസൺസ് ഒക്കെ പഠിപ്പിച്ചിരുന്നു കുട്ടികളെ. ഹോസ്പിറ്റാലിറ്റിയും സ്റ്റോറി ടെല്ലിങ്ങും ഒക്കെ, അവരുടെ ഹോസ്പിറ്റാലിറ്റിയും അവരുടെ സ്റ്റോറി ടെല്ലിങ്ങും ഒക്കെ ലാമ്പിന് നല്ല രീതിയിൽ ഓർമ്മയുണ്ടായിരുന്നു. ഗോസ്റ്റിനെ കുറിച്ചുള്ള സ്റ്റോറി, ഹിസ്റ്ററിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. നോബിൾ ക്വാളിറ്റീസ് ഉള്ളൊരു സ്ത്രീയായിരുന്നു. ആരുടെടുത്തും കംപ്ലയിൻറ്റ് ചെയ്തിരുന്നില്ല. ഒരു സിമ്പിൾ ഓഫ് മോറൽ വിർച്യൂ ആയിരുന്നു ഈ ഗ്രാൻഡ് മദർ ഫീൽഡ് എന്ന് പറയുന്നത്. എലിസബത്ത് ബെന്നറ്റിൻ്റെ ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുന്ന പ്രൊട്ടാഗണിസ്റ്റ് ആണ്. ഇൻ്റലിജൻറ്റ്, വിറ്റി ആൻഡ് ഇൻഡിപെൻഡൻ്റ് ആണ്. ഷാർപ്പ് ടങ് ആണ്, ക്വിക്കായിട്ട് ജഡ്ജ് ചെയ്യും. പേഴ്സണൽ ഇൻറ്റഗ്രിറ്റിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അല്ലാതെ സോഷ്യൽ സ്റ്റേറ്റസിനല്ല. വളരെ ലൈവ്ലി സ്പിരിറ്റ് ആണ്. സ്ട്രോങ് ഒപ്പീനിയൻസ് ഉണ്ട്. ആളുകളുടെ മോട്ടീവ്സിനെ കുറിച്ച് കുറച്ച് സ്കെപ്റ്റിക്കലാണ്, എസ്പെഷ്യലി ഇൻ മാറ്റേഴ്സ് ഓഫ് ലവ്. പിന്നെ കുറച്ച് പ്രജുഡിസ്ഡ് ആണ്. ഇതിനകത്ത് പ്രൈഡ് ആൻഡ് പ്രജുഡിസ്റ്റിനകത്ത് പ്രജുഡിസ് ആർക്കാണുള്ളത്? നമ്മുടെ എലിസബത്ത് ബെന്നറ്റിനാണുള്ളത്. പിന്നെ എന്താണ്, സെൽഫ് അവെയർ ആണ് ത്രൂ ഔട്ട് ദ നോവൽ. എലിസബത്ത് ഫാമിലിയുടെ അടുത്ത് ലോയലാണ്. പിന്നെന്താണ്, വെൽത്തിന് വേണ്ടിയോ കൺവീനിയൻസിന് വേണ്ടിയോ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നില്ല ഈ കുട്ടി. പിന്നെ ഈ സാധാരണ സ്ത്രീകളെക്കാട്ടിലും കുറച്ചും കൂടി ഡിഫറൻ്റ് ആണ് ഈ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. പിന്നെ പ്രൈഡ് ആൻഡ് പ്രജുഡിസിനകത്ത് ഐറണി എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സൊസൈറ്റിയെ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ക്ലാസ് ആൻഡ് ജെൻഡർ എക്സ്പെക്റ്റേഷൻസിനെ കുറിച്ച് അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന കണക്കാണ് ഇവർ എഴുതുന്നത്. ഓക്കെ, സിറ്റുവേഷണൽ ഐറണിയും വെർബൽ ഐറണിയും യൂസ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. സോ ജെയിൻ ഓസ്റ്റൻ എങ്ങനെയാണ് ഐറണി പ്രൈഡ് ആൻഡ് പ്രജുഡിസിനകത്ത് ചോദിച്ചു കഴിഞ്ഞാൽ, സിറ്റുവേഷൻ ഐറണി, വെർബൽ ഐറണി എന്താണെന്ന് പറയുക. ഐറണിയാണ് പ്രൈഡ് ആൻഡ് പ്രജുഡിസിനകത്ത് സ്കിൽഫുള്ളായിട്ട് യൂസ് ചെയ്തതെന്ന് പറയുക. ഫേമസ് ആയിട്ടുള്ള, അതായത് ആ നോവൽ തുടങ്ങുന്നത് തന്നെ മാരേജിനെ കുറിച്ച് വളരെ ഫേമസ് ആയിട്ടുള്ള ഐറോണിക് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞുകൊണ്ടാണ്. അപ്പം ജെയിൻ ഓസ്റ്റൻ ഇതിനകത്ത് ക്ലാസ് ആൻഡ് ജെൻഡർ എക്സ്പെക്റ്റേഷൻസ് അബ്സർഡിറ്റി, ക്ലാസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പർ ക്ലാസ്, ലോവർ ക്ലാസ്. അതുപോലെ തന്നെ ഈ ജെൻഡർ എക്സ്പെക്റ്റേഷൻസ്, അതായത് സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കുക എന്നുള്ളൊരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ നമ്മുടെ മിസ്സസ് ബെന്നറ്റിന്. പെൺകുട്ടികളെ, അതായത് പെൺമക്കളെ കല്യാണം കഴിച്ച് അയപ്പിക്കുക എന്നുള്ളത് ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ജെൻഡർ എക്സ്പെക്റ്റേഷൻസ്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെർബൽ ഐറണി. വെർബൽ ഐറണി എന്ന് വെച്ചാൽ എലിസബത്തും പിന്നെന്താണ് ഡാർസിയും കൂടെ സംസാരിക്കുമ്പോൾ, എലിസബത്ത് നല്ല ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഗേളാണ്, വളരെ വിറ്റിയാണ്. അപ്പോൾ വളരെ വിറ്റി ആയിട്ടുള്ള റിമാർക്സാണ് എലിസബത്ത് ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. സിറ്റുവേഷണൽ ഐറണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരക്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയാണ് മിസ്ജഡ്ജ് ചെയ്യുന്നതെന്ന്. അതായത് മിസ്റ്റർ ഡാർസിയെക്കുറിച്ച് എലിസബത്തിന് പ്രജുഡിസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതായത് എലിസബത്തിൻ്റെ മനസ്സിൽ മുൻധാരണകൾ ഒരുപാടുണ്ടായിരുന്നു. ഡാർസി ആയിരുന്നെങ്കിൽ എന്താണ്, ഡാർസി വളരെ പ്രൗഡായിട്ടുള്ളൊരു മനുഷ്യനാണ്. സോ അതാണ് പ്രൈഡ് ആൻഡ് പ്രജുഡിസ് എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സിറ്റുവേഷൻ ഐറണിക്കകത്ത് ക്യാരക്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്ജഡ്ജ് ചെയ്യുന്ന ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നത്. മിസ്റ്റർ ഡാർസിയുടെ പ്രപ്പോസൽ ഇനിഷ്യലി അത് വളരെ ഒഫെൻസീവായിട്ട് തോന്നുമെങ്കിലും കുറച്ച് കഴിയുമ്പോൾ എന്ത് പറ്റുന്നുണ്ട്, ഇവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. എലിസബത്ത് എന്നിട്ട് കോളിൻസിനെ റിജക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ
അവളുടെ ഫാമിലി സിറ്റുവേഷൻ അനുസരിച്ച് കോളിൻസിനെ കല്യാണം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു എങ്കിൽ പോലും എലിസബത്ത് അത് പക്ഷേ നോക്കാതെ മൈൻഡ് ചെയ്യാതെ എന്ത് ചെയ്യുന്നുണ്ട്, റിജക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മറ്റൊരു കാര്യം. പിന്നെ ജെയിൻ ഓസ്റ്റൺ പിന്നീട് ഐറണി യൂസ് ചെയ്തിട്ട് ഓരോ ക്യാരക്ടറിൻ്റെ നെഗറ്റീവ് ഷെയ്ഡ്സ് പറയുന്നുണ്ട്. ലേഡി കാത്തറിൻ്റെ അരഗൻസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കാണാൻ സാധിക്കുന്നത്. ഈവൻ സീരിയസ് സീൻസിൽ പോലും നമുക്ക് ഇതിനകത്ത് ഇത് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അപ്പിയറൻസും റിയാലിറ്റിയും തമ്മിലുള്ള ഗ്യാപ്പും വളരെ സെൻട്രലാണ്. അതായത് ആളുകൾ കാണുന്ന പോലൊന്നും അല്ല അപ്പിയറൻസ് പോലെയല്ല ആളുകളെന്നുള്ളത്. ക്യാരക്ടേഴ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ പ്രൈഡും അവരവരുടെ മനസ്സിലുള്ള പ്രജുഡിസും മനസ്സിലാക്കാനും ഒരുപാട് സമയമെടുക്കുന്നുണ്ട്. അപ്പോൾ ജെയിൻ ഓസ്റ്റൻ്റെ ഐറണി എന്ന് പറയുന്നത് വളരെ ജെൻറ്റിലായിട്ടാണെന്നുണ്ടെങ്കിലും വളരെ ഷാർപ്പായിട്ടാണ് കേട്ടോ. ആ ഹിപ്പോക്രസിയാണ് ശരിക്കും പറഞ്ഞാൽ എക്സ്പോസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മൈ ലാസ്റ്റ് ഡച്ചസ് എന്നുള്ളതിൻ്റെ സിഗ്നിഫിക്കൻസ് ഓഫ് ദ പീസസ് ഓഫ് ആർട്ട് പ്രസൻറ്റഡ് ഇൻ മൈ ലാസ്റ്റ് ഡച്ചസ്. അതായത് ആർട്ടിൻ്റെ റോൾ എന്താണ് മൈ ലാസ്റ്റ് ഡച്ചസ് എന്നുള്ള പോയത്തിനകത്ത്. അത് ഡ്യൂക്കിൻ്റെ ക്യാരക്ടറിനെ റിവീൽ ചെയ്യുന്നത് പോലെയാണ് ആർട്ട് ഇവിടെ പ്ലേ ചെയ്തിരിക്കുന്നത്. ഡച്ചസിൻ്റെ പോർട്രേറ്റ് എന്ന് പറയുന്നത് തന്നെ ഈ പോയത്തിനകത്ത് സെൻട്രൽ പീസ് ഓഫ് ആർട്ടാണ്. ഡ്യൂക്ക് ആ പോർട്രേറ്റ് വെച്ചിട്ട് അവരെ ഇപ്പോഴും കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരുടെ മെമ്മറിയും ഇമേജും എല്ലാം കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ അയാളാണ് തീരുമാനിക്കുന്നത്. ഹി ഡിസൈഡ്സ് എന്താണ് ഈ പോർട്രേറ്റ് ആരൊക്കെ കാണണം എന്നുള്ളത്. ഓക്കെ, ഇറ്റ് റെപ്രസെൻറ്റ്സ് ഹിസ് അതോറിറ്റി ഓവർ ഹർ ഈവൻ ആഫ്റ്റർ ഹർ ഡെത്ത്. അപ്പോൾ പെയിൻറ്റിങ് ശരിക്കും പറഞ്ഞാൽ കേർട്ടൻ്റെ പുറകിൽ ഹിഡൻ ആക്കി വെച്ചേക്കുവാണ്. ഇയാൾക്ക് മാത്രമേ അത് കേർട്ടൻ മാറ്റി ആളുകളെ കാണിക്കാൻ പറ്റൂ. അത് ആ ഒബ്സഷൻ വിത്ത് പവറും പൊസഷനുമാണ് കാണിക്കുന്നത്. ഡച്ചസിൻ്റെ സ്മൈല് ക്യാപ്ചർ ചെയ്തത് ആർട്ടിസ്റ്റ് ഫ്രാപ്പ് ആൻഡോൾഫാണ്. അത് പോലും ശരിക്കും ഡ്യൂക്കിനെ ഇറിറ്റേറ്റ് ചെയ്തു. ആൻഡ് ഓൾസോ അയാൾ ബിലീവ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്മൈല് അല്ലെങ്കിൽ ഈ വോംത്ത് ആയിട്ടുള്ള ബിഹേവിയറൊക്കെ അയാൾക്ക് വേണ്ടി മാത്രം ഇവർ റിസർവ് ചെയ്ത് വെക്കേണ്ട കാര്യമാണെന്നാണ് ഇയാൾ പറയുന്നത്. പിന്നെ പോർട്രേറ്റ് എന്ന് പറയുന്നത് ഡ്യൂക്ക് എങ്ങനെയാണ് സ്ത്രീകളെ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്നത്. അയാൾ സ്റ്റാറ്റിക് ആയിട്ട് ഒരു സൈലൻറ്റ് ഇമേജാണ് ഇയാൾക്ക് വേണ്ടത്. അല്ലാതെ ഇവർ റിയൽ ആയിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വേറൊരു ഇമേജാണ് ഇവർക്ക്, അല്ലേ? ആർട്ട് വർക്ക് ഓൾസോ എന്താണ് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഡ്യൂക്കിൻ്റെ അരിസ്റ്റോക്രാറ്റിക് പ്രൈഡിനെയാണ് കാണിക്കുന്നത്. ഇയാളുടെ കളക്ഷൻ ഓഫ് ആർട്ട് ഇയാളുടെ വെൽത്തിനെയും ടേസ്റ്റിനെയും കാണിക്കുന്നു. ആ ഒരു മെസ്സഞ്ചർ വരുമ്പോൾ ആ ഒരു മാരേജ് അലയൻസുമായിട്ട് മെസ്സഞ്ചർ വിസിറ്റ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇയാൾ ഈ പോർട്രേറ്റ് കാണിക്കുന്നതിന് മുന്നേ വേറെ കുറേ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അയാളുടെ വെൽത്തിനെയും ടേസ്റ്റിനെയും അത് കാണിക്കുന്നു. അതുപോലെ തന്നെ അയാളുടെ ക്രൂവൽറ്റിയെയും അയാളുടെ ആ ഒരു സെൽഫ് അബ്സോർഡ് നേച്ചറിനെയാണ് അത് കാണിക്കുന്നത്. അപ്പോൾ ആളുകളെ പോലും അയാളൊരു കളക്റ്റബിൾ ഒബ്ജക്റ്റായിട്ടാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അയാൾ ആർട്ടിനെ മിസ്യൂസ് ചെയ്ത് എന്തിനു വേണ്ടിയാണ് മിസ്യൂസ് ചെയ്യുന്നത്? ഡോമിനേറ്റ് ചെയ്യാനും ഒരാളുടെ പേഴ്സണാലിറ്റിയെ തന്നെ എന്ത് ചെയ്യാണ് ഇറേസ് ചെയ്യാൻ വേണ്ടിയാണ് ഇയാളിതിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സോ ആ ആർട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ ക്യാരക്ടറിനെയാണ് കൂടുതലും എക്സ്പോസ് ചെയ്യുന്നത് ഡച്ചസിൻ്റെ ക്യാരക്ടറിനെക്കാട്ടിലും. ഇനി അടുത്തത് ക്യാരക്ടർ സ്കെച്ച് ഓഫ് ലൂസി മാനറ്റ് ആണ് ടെയിൽ ഓഫ് ടു സിറ്റീസിൽ. കമ്പാഷൻ, സ്ട്രെങ്ത് ആൻഡ് ഡിവോഷനാണ് അവർ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഒരു ലോയൽ ഡോട്ടറാണ്. ആൻഡ് അവരുടെ അച്ഛൻ ഡോക്ടർ മാനറ്റിനെ നല്ലപോലെ കെയർ ചെയ്യുന്നു ഈവൻ ആഫ്റ്റർ ഹിസ് റിലീസ് ഫ്രം പ്രിസൺ. പിന്നെ അവരുടെ ലവ് എന്ന് പറയുന്നത് എന്താണ്? അയാളുടെ മെൻ്റൽ ഹെൽത്തിനെ റീസ്റ്റോർ ചെയ്യുന്നുണ്ട്. ലൂസി പ്യൂരിറ്റിയെ ഇമോഷണൽ വാംത്തിനെയാണ് കാണിക്കുന്നത്. വളരെ ഇമോഷണൽ, നോവലിൻ്റെ ആ ഇമോഷണൽ സെൻറ്റർ എന്ന് പറയുന്നത് പോലും ലൂസിയാണ്. കൈൻഡ്നെസ് ഉണ്ട് വളരെ. അതുകൊണ്ട് തന്നെ ബാക്കി ക്യാരക്ടേഴ്സിന് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്, അഡ്മയർ ചെയ്യുന്നുണ്ട്. ലൂസി ചാൾസ് ഡാർനെ കല്യാണം കഴിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ലൂസിയാണ് ഹോപ്പ് ആൻഡ് റിഡംഷൻ്റെ സിമ്പൽ. അയാളുടെ അരിസ്റ്റോക്രാറ്റിക് ബാക്ക്ഗ്രൗണ്ട് മൈൻഡ് ചെയ്യാതെയാണ് ഇവരെ കല്യാണം കഴിക്കുന്നത് പോലും. അതുപോലെ തന്നെ ഫാമിലിയുള്ള ഡിവോഷൻ വളരെ സ്ട്രോങ് ആണ്. ഡീപ്ലി എംപത്തറ്റിക് ആണ് ഈവൻ ടുവേർഡ്സ് സിഡ്നി കാർട്ടൺ. ലൂസി പൊളിറ്റിക്സിലൊന്നും എൻഗേജ്ഡ് അല്ല, പക്ഷേ ഹ്യൂമൻ ഡിഗ്നിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. നല്ല ക്വയറ്റ് ആയിട്ടുള്ള സ്ട്രോങ് ക്യാരക്ടറാണ്. പല റവല്യൂഷൻ്റെ വയലൻസിൽ ഒരു കോൺട്രാസ്റ്റിംഗ് ആയിട്ടൊരു ക്യാരക്ടർ എന്ന് വെച്ചാൽ ലൂസിയുടെ ഒരു ക്യാരക്ടറാണ്. സെൽഫ്ലെസ്നെസ് ആണ് അവർ ഇൻസ്പയർ ചെയ്യുന്നത്. പിന്നെ സിഡ്നി കാർട്ടൻ്റെ സാക്രിഫൈസ് ശരിക്കും പറഞ്ഞാൽ അയാൾക്ക് ഇവരോടുള്ള ഇഷ്ടം കൊണ്ടാണ് അയാൾ സാക്രിഫൈസ് ചെയ്തത് അയാളുടെ ജീവിതം തന്നെ. അപ്പോൾ ലൂസിയുടെ ക്യാരക്ടർ പവർ ഓഫ് ജെൻറ്റിൽനെസ്സും, അതായത് ഈ ബ്രൂട്ടൽ അല്ലെങ്കിൽ ക്രൂവൽ വേൾഡിൽ ആ ഒരു റവല്യൂഷൻ ഹാപ്പൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഷീ ഈസ് ഏബിൾ ടു എന്താ പറയുക പോർട്രേ അല്ലെങ്കിൽ ഹൈലൈറ്റ് ദ പവർ ഓഫ് ജെൻറ്റിൽനെസ്. അപ്പോൾ ഒരു ബേക്കൺ ഓഫ് ലൈറ്റ് ആയിട്ടാണ് ഈ ഒരു നോവലിൻ്റെ ഡാർക്ക്നെസ്സിൽ ഇവൾ റിമെയിൻ ചെയ്യുന്നത്. പിന്നെ എങ്ങനെയാണ് ചാൾസ് ലാംബ് പോപ്പുലർ ചിൽഡ്രൻസ് ബാലഡിനെ ഡ്രീം ചിൽഡ്രൻ എ റെവറിക്കകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്? ഈ ഡ്രീം ചിൽഡ്രൻ എ റെവറി എന്നുള്ളതിനകത്ത് ചാൾസ് ലാംബ് പോപ്പുലർ ബാലഡ് ആയിട്ടുള്ള ഗുഡി ടു ഷൂസിനെയാണ് പറഞ്ഞു പോയേക്കുന്നത്. ഈ ബാലഡ് ശരിക്കും പറഞ്ഞാൽ ഒരു കുട്ടികൾക്ക് വേണ്ടി അല്ലെങ്കിൽ കുട്ടികൾക്ക് അപ്പീലിംഗ് ആവുന്ന ഒരു ബാലഡാണ്. മോറൽ ലെസൺ പഠിപ്പിക്കുന്നതാണ്. ലാംബ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത് ഈ കുട്ടികളുമായിട്ട് കണക്ട് ചെയ്യാനും ഒക്കെ വേണ്ടിയാണ്. അതായത് ഈ ഗ്രാൻഡ് മദറാണ് ഈ സ്റ്റോറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബാലഡിനകത്ത് നൊസ്റ്റാൾജിയ, ഇന്നസെൻസ് ആണുള്ളത്, ഒരു കുറച്ച് ഫാൻറ്റസിയൊക്കെ ഉണ്ട്. അപ്പം ലാംബ് ഇതിനകത്ത് പേഴ്സണൽ മെമ്മറിയും ചൈൽഡ്ഹുഡ് ലിറ്ററേച്ചറും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് പറഞ്ഞു പോയേക്കുന്നത്. അപ്പോൾ ആ യൂത്തിൽ അല്ലെങ്കിൽ ചൈൽഡ്ഹുഡിലുള്ള ലോസ്റ്റ് ഹാപ്പിനെസ്സിനെ കുറിച്ചാണ് ഇത് പറയുന്നത്. നെക്സ്റ്റ്, ഡാർക്ക്നെസ്സും ലൈറ്റിൻ്റെ ഇമേജസ് എങ്ങനെയാണ് എനർജി റിട്ടേണിനെ കൺട്രീഷേറ്റ് ചെയ്യാൻ അത് യൂസ് ചെയ്യുന്നത്? ഡാർക്ക്നെസ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഡെത്ത്, ഒബ്സ്ക്യൂരിറ്റി, അൺനോൺ യൂസ് ചെയ്യുന്നു. പോം ബിഗിൻ ചെയ്യുന്ന ട്വൈലൈറ്റിലാണ്.
അത് ഡേയും നൈറ്റും കൂടെയുള്ള ട്രാൻസിഷൻ ഒരു ടൈമാണ് ട്വൈലൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ലൈഫും ഡെത്തും തമ്മിലൊരു ഒരു ട്രാൻസിഷനാണ് ഇതിനകത്ത് സെറ്റിംഗ് എന്ന് പറയുന്നത്. ആ പാർട്ടിംഗ് ഡേ, അതുപോലെ തന്നെ കർഫ്യൂ ടോൾസ് ആൻഡ് എൽ ഓഫ് പാർട്ടിംഗ് ഡേ, അതൊക്കെ മോർട്ടാലിറ്റിയെക്കുറിച്ച് അല്ലെങ്കിൽ ലൈഫിൻ്റെ എൻഡിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. ലൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ സിംബലൈസ് ചെയ്യുന്ന നോളജ്, ഫെയിം ആൻഡ് ഗ്ലോറിയാണ്. ഈ ഹമ്പിളായിട്ട് മരിച്ചു കിടക്കുന്ന ഈ വില്ലേജേഴ്സ് അവരവരുടെ നാരോ സെല്ലുകളിലാണ് മരിച്ചു കിടക്കുന്നത്. അത് ഫെയിമിന്, അതായത് അവർ ഫേമസ് ആയിട്ടൊന്നും അല്ല മരിച്ചതൊക്കെ, അപ്പോൾ അവർ അൺനോൺ ആയിട്ടാണ് മരിച്ചത്. അപ്പോൾ ആ മെറ്റഫേഴ്സ് ഒക്കെ എന്ന് വെച്ചാൽ ഈ ലൈഫ്, അതായത് വില്ലേജേഴ്സിൻ്റെ അൺസെലിബ്രേറ്റഡ് ലൈഫിനെ കുറിച്ചാണ് പറയുന്നത്. ഡാർക്ക്നെസ് പിന്നെ പറയുന്നത് ഇവരുടെ ആ ക്വയറ്റ് ഡിഗ്നിറ്റി ഓഫ് ദ ഡെഡ് ആണ്. ഈ മരിച്ചു കിടക്കുന്നവരെല്ലാം വളരെ ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ലൈഫ്സ് ലീഡ് ചെയ്തവരാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്തവരാണ്. പിന്നെ ഈവനിങ്ങിൻ്റെ ഷെയ്ഡ്, ആ ഒരു പീസ് അറ്റ്മോസ്ഫിയർ കൊണ്ടുവരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ. ഡെത്ത് എന്ന് പറയുന്നത് എല്ലാവരെയും ഈക്വലൈസ് ചെയ്യും, അതാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ സോങ് ഫോർ സെയിൻറ്റ് സിസിലിയാസ് ഡേ, അതെങ്ങനെയാണ് പവർ ഓഫ് മ്യൂസിക്കിനൊരു ഓഡായി മാറുന്നത്. ഒരു കൈൻഡ് ഓഫ് സെലിബ്രേറ്ററി ഓഡാണ്. ഈ ഒരു മ്യൂസിക്കിൻ്റെ ഡിവൈൻ പവറിനെ കുറിച്ചാണ് ഇതിനകത്ത് പറഞ്ഞു പോയേക്കുന്നത്. അതായത് മ്യൂസിക്കിൻ്റെ ഒറിജിൻ, ബാക്ക് ടു ദ ക്രിയേഷൻ ഓഫ് യൂണിവേഴ്സ്, അതാണ് പറയുന്നത്. അപ്പം യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്തപ്പോൾ തന്നെ ഒരു ഹാർമണി ഉണ്ടായിരുന്നു. അതായത് അപ്പോൾ തൊട്ടേ മ്യൂസിക് ഉണ്ട്. ഓരോ സ്റ്റാൻഡ്സെ ഓരോ ഡിഫറെൻറ്റ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിനെയും അതിൻ്റെ ഇമോഷണൽ എഫക്റ്റിനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. മ്യൂസിക്കാണ് സോൾ ഓഫ് എക്സിസ്റ്റൻസ് എന്നാണ് പറയുന്നത്. ട്രംപറ്റുകളുടെ സൗണ്ട് കറേജിനെ ഇൻസ്പയർ ചെയ്യുന്നു, ഫ്ലൂട്ട് ലവിനെ ഇൻസ്പയർ ചെയ്യുന്നു, വയലൻസ് പിറ്റി ഇവോക്ക് ചെയ്യുന്നു. ഡ്രൈഡൻ എംഫസൈസ് ചെയ്യുന്ന ഓരോ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഇമോഷണൽ റേഞ്ചാണ്. മിത്തോളജിയും ക്രിസ്ത്യൻ എലിമെൻസും ഒക്കെ ഇയാൾ ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. സെയിൻറ്റ് സിസീലിയ ഈസ് പ്രൈസ്ഡ് ഫോർ ഹർ സേക്രഡ് മ്യൂസിക്. പിന്നെ സെയിൻറ്റ് സിസീലിയെ കമ്പയർ ചെയ്യുന്നുണ്ടല്ലേ അവരുടെ മ്യൂസിക്കും ഒക്കെ ആയിട്ട്. പിന്നെ അവരുടെ മ്യൂസിക് കേട്ടിട്ട് ഏഞ്ചൽസ് ഹെവനിൽ നിന്ന് താഴോട്ടിറങ്ങി വരുന്നുണ്ട്. മ്യൂസിക് ഒരു സിമ്പിൾ ഓഫ് ഡിവൈൻ ഓർഡർ ആൻഡ് ബ്യൂട്ടി ആയിട്ട് പറയുന്നുണ്ട്. ഒരു സെലസ്റ്റിയൽ മ്യൂസിക്കായിട്ടാണ് ഇത് പറയുന്നത്. ആഫ്റ്റർ ഡെത്ത് മ്യൂസിക് ഈസ് പോർട്രേഡ് ആസ് എറ്റേണൽ ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്, ഒരു ഡിവൈൻ ആയിട്ടുള്ള കാര്യമായിട്ട്. മ്യൂസിക് എന്ന് പറയുന്ന യൂണിവേഴ്സിലെ എല്ലാ കാര്യങ്ങളെയും യുണൈറ്റ് ചെയ്യുന്നു, എലിവേറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സിംബലിസം എങ്ങനെയാണ് ബ്ലേക്ക് യൂസ് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പോയംസിൽ. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് ഏതൊക്കെയാണ് സിംബലിസം ഉള്ളത്? ടൈഗറും ലാമ്പും ഉണ്ട്. അപ്പോൾ അതിനകത്ത് എങ്ങനെയാണ് സിംബലിസം യൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പിരിച്വൽ ആൻഡ് മോറൽ തീംസിന് വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ പറയേണ്ടത് സോങ്സ് ഓഫ് ഇന്നസെൻസിനകത്തുനിന്നും സോങ്സ് ഓഫ് എക്സ്പീരിയൻസിനകത്തുനിന്നും എടുത്തിട്ടുള്ളതാണ് ടൈഗറും ലാമ്പ് എന്നുള്ള 2 പോംസ്. അത് ഓരോ പോയത്തിനകത്തും എന്തൊക്കെയാണ് സിംബൽസ്. ലാമ്പ് എന്നുള്ളത് ക്രൈസ്റ്റിനെ പറയുന്നു, ഇന്നസെൻസിനെ പറയുന്നു. ടൈഗർ എന്നുള്ളത് നമ്മുടെ നേച്ചറിലെ തന്നെ ബാഡായിട്ടുള്ള ആ ഒരു എനർജി, അല്ലെങ്കിൽ എന്താ പറയുക, ഫിയർഫുൾ ആയിട്ടുള്ളൊരു കാര്യത്തിനെ കാണിക്കുന്നു. ആ ഒരു ഇത് വെച്ചിട്ടാണ് ഇത് പറയേണ്ടത് കേട്ടോ. അതൊക്കെയാണ് അതിനകത്ത് സിംബൽസ് എന്ന് പറയുന്നത്. പിന്നെ ഡ്രീം ചിൽഡ്രൻ റെഫർ ചെയ്യുന്നൊരു പേഴ്സണൽ എസ്സേ ആയിട്ട് മാറുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചാൾസ് ലാമ്പ് പേഴ്സണൽ എസ്സേസ് അല്ലെങ്കിൽ നൊസ്റ്റാൾജിക് എസ്സേസ് എഴുതുന്ന അതിലൊരു ഭയങ്കര ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളാണ്. മെമ്മറി, ഇമാജിനേഷൻ ആൻഡ് ഇമോഷനാണ് യൂസ് ചെയ്യുന്നത് കൂടുതലും. ഇപ്പോൾ 2 ചിൽഡ്രൻ ഉണ്ട്, ആലിസും ജോൺ. അത് ഇമാജിൻഡ് ആയിട്ടുള്ള കുട്ടികളാണ്. അപ്പോൾ അങ്ങനെ വെച്ചിട്ടാണ് ഇയാൾ എസ്സേ എഴുതുന്നത് പോലും. ചൈൽഡ് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുന്നു, ഗ്രാൻഡ് മദറിനെ കുറിച്ച് പറയുന്നു, പേഴ്സണൽ മെമ്മറീസ്, സ്റ്റോറീസിനെ കുറിച്ച് പറയുന്നു, അല്ലേ, ലോസ്റ്റ് ലവിനെ കുറിച്ചും മിസ്ഡ് ഓപ്പർച്യൂണിറ്റീസിനെയൊക്കെ കുറിച്ച് പറയുന്നു. അതോളം ലോസ്, ലോങ്ങിങ് ആൻഡ് ഇമാജിനേഷനും ഉണ്ട്. ഒരു ഡ്രീം ലൈക്ക് സ്ട്രക്ചറിലാണ് ഇത് എഴുതി പോയേക്കുന്നത്. ബ്രദറുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, ജോണും ബ്രദറുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് ഇയാൾ പറയുന്നുണ്ട്. ഫൈനൽ ട്വിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ കുട്ടികളൊന്നും ഇമാജിൻഡ് ആയിരുന്നു നമ്മൾ അവസാനമാണ് മനസ്സിലാക്കുന്നത്. ഇയാളൊരു ഉറക്കത്തിൽ അല്ലെങ്കിൽ ഒരു സ്വപ്നം കണ്ട പോലെയാണത് ലാസ്റ്റ് നമുക്ക് മനസ്സിലാവുന്നത്. നെക്സ്റ്റ് മൈ ലാസ്റ്റ് ടച്ചസ് ഒരു ഡ്രമാറ്റിക് മോണലോഗായിട്ട് മാറുന്നത് എങ്ങനെയാണ്? അപ്പം ഡ്യൂക്ക് എന്ന് പറയുന്ന ആൾ ഇപ്പോഴും ഡ്രമാറ്റിക് മോണലോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു ക്യാരക്ടർ സംസാരിക്കുന്നു, അയാൾ മാത്രമേ സംസാരിക്കുന്നുള്ളൂ, ഒരു ലിസണർ കാണും. ലിസണറിൻ്റെ പ്രസൻസ് അവിടെ ഉണ്ടെന്ന് ഈ ക്യാരക്ടറിൻ്റെ വാക്കുകളിലൂടെ മാത്രമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ക്യാരക്ടർ മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്യാരക്ടറിൻ്റെ പേഴ്സണാലിറ്റി, ഇന്നർ മൈൻഡ് വർക്കിംഗ്, അയാളുടെ തോട്ട്സ്, പിന്നെ അയാളുടെ എങ്ങനെയാണ് ക്യാരക്ടർ അയാളുടെ സൈക്കോളജി എല്ലാം നമുക്ക് മനസ്സിലാവുകയാണ് ഈ ഒരു ടെക്നിക്കിലൂടെ. ഓക്കെ, അപ്പോൾ ഇവിടെ ഡ്യൂക്കാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റേ മെസ്സഞ്ചറിൻ്റെ അടുത്ത് വൈഫിനെ കുറിച്ച്. അപ്പം വളരെ സിംഗിളായിട്ട് അൺഇൻറ്ററപ്റ്റഡ് ആയിട്ടുള്ള സ്പീച്ചിൽ ഇയാൾ പറഞ്ഞുകൊണ്ട് പോവുകയാണ്. ലിസണർ സൈലൻ്റ് ആയിട്ട് തന്നെ ഇരിക്കുകയാണ് ത്രൂ ഔട്ട്. ഡ്യൂക്ക് അയാളുടെ പേഴ്സണാലിറ്റിയാണ് അയാളുടെ വേർഡ്സിലൂടെ പറയുന്നത്. അയാൾ പ്രൗഡ് ആണെന്നും കൺട്രോളിങ് ആണെന്നും പൊസസീവ് ആണെന്നും. അപ്പം ഈ ഡച്ചസിൻ്റെ സ്മൈലിനെ കുറിച്ച് ഡ്യൂക്ക് പറയുന്നുണ്ട്. അയാൾ ഭയങ്കര ജലസിയോടുകൂടിയാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ആൻഡ് ഇവരുടെ ബിഹേവിയർ, അവരുടെ സ്മൈൽ നിർത്താൻ ഇയാൾ കമാൻഡ് ചെയ്തു എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ മർഡർ ചെയ്തത് ഇയാളാണെന്ന് ഇയാൾ തുറന്ന് സമ്മതിക്കുന്നുണ്ട്. ഡ്യൂക്കിൻ്റെ അറഗൻസ് കാണിക്കുന്നുണ്ട്. പിന്നെന്താണ്, ഒരു കൈൻഡ് ഓഫ് സൈക്കോളജിക്കലായിട്ടുള്ള ഇൻഡെപ്ത് ആയിട്ടുള്ള നമുക്കൊരു ക്യാരക്ടർ അനാലിസിസ് നമുക്ക് കിട്ടുന്നുണ്ട് ഇയാളുടെ ഈ ഒരു സംസാരത്തിലൂടെ. അയാളുടെ പവറിനോടുള്ള ഒബ്സഷൻ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ ഒരു മോണോലോഗിനകത്ത് ഫുള്ള് ഇയാളുടെ ഒരു സസ്പെൻസ്ഫുൾ ആയിട്ടുള്ളൊരു മോണോലോഗ് അല്ലെങ്കിൽ സ്പീച്ചായിരുന്നു. അപ്പോൾ ഇയാൾ ശരിക്കും പറഞ്ഞാൽ അരിസ്റ്റോക്രാറ്റിക് വാല്യൂസിനെയൊക്കെ ഇയാൾ നമ്മുടെ പോയിറ്റ് ക്രിട്ടിസൈസ് ചെയ്യുവാണ്. അപ്പോൾ പോയത്തിനെ കുറച്ചുകൂടെ പവർഫുൾ ആൻഡ് ചില്ലിങ് അല്ലെങ്കിൽ കുറച്ച് ഡ്രമാറ്റിക് ആക്കി മാറ്റുന്നത് ഈ ഡ്യൂക്കിൻ്റെ മോണോലോഗാണ്.
നെക്സ്റ്റ് എന്ന് പറയുന്നത് R.L. സ്റ്റീവൻസണിൻ്റെ ആറ്റിറ്റ്യൂഡ് ടു ലൈഫ് എന്താണ് വാക്കിംഗ് ടുവേഴ്സ് എന്നുള്ള എസ്സേക്കകത്ത് വളരെ ചിയർഫുൾ ആൻഡ് റിഫ്ലക്റ്റീവ് ആറ്റിറ്റ്യൂഡാണുള്ളത്. പേഴ്സണൽ ഫ്രീഡം ആൻഡ് സോളിറ്റ്യൂഡാണ് ഇദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇദ്ദേഹം വാക്കിംഗ് എന്ന് വെച്ചാൽ ഡെസ്റ്റിനേഷനിൽ എത്തുക എന്നല്ല, ജേർണി എൻജോയ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്കെഡ്യൂൾസ്, സോഷ്യൽ ഒബ്ലിഗേഷൻസ് അതൊന്നും ഇയാൾക്ക് ഇഷ്ടമല്ല, അതൊക്കെ റിജക്റ്റ് ചെയ്യുന്നൊരു മനുഷ്യനാണ്. നേച്ചറിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. നേച്ചർ വഴി നമുക്ക് ഇമോഷണലി ഹീൽ ചെയ്യാൻ പറ്റുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ സിമ്പിൾ പ്ലഷേഴ്സ്, സിമ്പിൾ ഫുഡ്, സിമ്പിളായിട്ടുള്ള സീനറി, ഇതൊക്കെയാണ് അദ്ദേഹത്തിന് ഇഷ്ടം. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം സജസ്റ്റ് ചെയ്തെന്ന് വെച്ചാൽ പീപ്പിൾ ഷുഡ് ആക്ച്വലി ഒബ്സർവ് എന്നാണ് പറയുന്നത്, അല്ലാതെ ചുമ്മാ ലൈഫ് അങ്ങ് ജീവിച്ച് പോകാമെന്നല്ല. ലൈഫിനെ ഒബ്സർവ് ചെയ്ത് ജീവിക്കുക. ഇന്നർ പീസിനാണ് ഇയാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മെറ്റീരിയൽ ഗെയിൻസിനെക്കാട്ടിലും. മോഡേൺ ലൈഫിലെ റഷ് ആൻഡ് നോയ്സ് ഇദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. വാക്കിംഗ് എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന ഒരു മെറ്റഫറാണ്, അതായത് നല്ല ഫുള്ളി ആൻഡ് ഫ്രീലി ജീവിക്കുക. പിന്നെന്താണ്, മൊമെൻറ്റിനെ എംബ്രേസ് ചെയ്യുക അല്ലെങ്കിൽ ലിവിങ് അറ്റ് ദ മൊമെൻറ്റ് എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു പോളിസി എന്ന് പറയുന്നത്. എക്സസീവായിട്ട് പ്ലാൻ ചെയ്യുന്നതിനെതിരെയും സീരിയസ്നെസ്സിനെതിരെയൊക്കെ ഇദ്ദേഹം ആർഗ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു തോട്ട്ഫുൾ ആയിട്ടുള്ള എന്നാലൊരു ലൈറ്റ് ഹാർട്ടഡ് വേയിലുള്ളൊരു ലിവിങ് ആണ് അദ്ദേഹം ഇതിനകത്ത് പ്രസൻറ്റ് ചെയ്യുന്നത്.